അപ്പോൾ നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഫേസ്ബുക്കിൽ ഇത് ഇന്നലെ ഇട്ടു, കാണല്ല, പബ്ലിഷായില്ല, എന്താ അറിയില്ല. ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തു വേറൊരെണ്ണം, അപ്പോൾ അതും കാണില്ല. അപ്പോൾ അതാണ് ഞാൻ ഇതിടണം. ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ഇടാറില്ല. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്താൽ എനിക്ക് പല ദൂഷ്യഫലങ്ങളും ഉണ്ടാവും, പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ ഭയപ്പെട്ട് ഓടിയാൽ നമ്മൾ എവിടും വരെ ഓടും. അതായത് ഞാൻ പറഞ്ഞു വരണതേ, നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും പാർലമെൻറ്റ് മെമ്പറാകാൻ പറ്റില്ല, അതേപോലെ എല്ലാവർക്കും പ്രധാനമന്ത്രി ആകാനും പറ്റില്ല. പക്ഷേ ഭരിക്കണ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, രാജ്യത്തിൻ്റെ പോളിസികൾ എടുക്കുമ്പോൾ, നയങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇവിടെ താമസിക്കണ ജീവിക്കണ ഓരോ പൗരനും ഒരു ആത്മാഭിമാനം വേണം. അല്ലാണ്ട് നമ്മൾ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കണ ഒരു രാജ്യമാണെന്ന് പറയിപ്പിക്കാൻ പാടില്ല. ഈ ഇറാൻ വിഷയത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഇറാനിൽ ഇവർ വന്ന് അറ്റാക്ക് ചെയ്തു, ട്രംപും ഇസ്രായേലും. ഇന്ത്യ മിണ്ടില്ല. അപ്പോൾ കുറച്ച് പേര് ഖുമൈനി മരിച്ചതിനെതിരെ പ്രകടനം, ഫ്ലെക്സ് വെക്കലൊക്കെ ഉണ്ടായി. അപ്പം കെട്ടഴിച്ച് വിട്ട് തെറികൾ, അവൻ പേപ്പട്ടിയാണ്, അവൻ മരിക്കേണ്ടവനായിരുന്നു, അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്, ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത് അവിടെയുള്ള ജനങ്ങൾ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കാതിരിക്കുക ചെയ്യട്ടെ, അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. ഇപ്പം മറ്റുള്ളവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളാണ് പോയിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കേണ്ടത്. ആഭ്യന്തര പ്രശ്നം അവർ തീർക്കുക അവർ ചെയ്തോളണം. അതൊന്നൊരു ജയമായിട്ട് കാണരുത്. ഇന്ത്യയിലും 47 കൊല്ലമായിട്ട് ഈ ഛിദ്രശക്തികളും തീവ്രവാദിക്കുമൊക്കെ ഫണ്ട് ചെയ്യണത് ഖമേനിയാണെന്ന് വരെ പറഞ്ഞോളാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഡൽഹിയിൽ ചാണക്യപുരി എന്ന് പറഞ്ഞ ഡൽഹി നഗരത്തിൽ തന്നെ ചാണക്യപുരിയിൽ ഇറാൻ്റെ എംബസി ഉണ്ട്. ഇറാൻ്റെ പതാക അവിടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അതേപോലെ ഇറാനിലെ ടെഹ്റാനിൽ ഇന്ത്യൻ എംബസി, ഇന്ത്യൻ പതാകയൊക്കെ പാറി കളിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അങ്ങനെയൊന്നും അങ്ങോട്ട് പോകാറില്ല. പിന്നെ എന്തെങ്കിലും അന്താരാഷ്ട്ര മീറ്റിങ്ങുകളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോയിട്ടുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിൽ പോയത് നരസിംഹറാവുമാണ്, അത് 1993. 2001 വാജ്പേയി പോയി. ഇത് കഴിഞ്ഞ് 2016 ശ്രീ നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ച്. എല്ലാ നാട്ടിലും അങ്ങനെ അന്നൊരു ട്രെൻഡാണല്ലോ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി എല്ലാ രാജ്യവും ഇങ്ങനെ സന്ദർശിച്ച് സൗഹൃദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇറാനിലും പോയി. എന്നിട്ട് പറഞ്ഞ് ഇന്ത്യ ഇറാനുമായിട്ട് വെറും ബിസിനസ് ബന്ധം മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ, പാരമ്പര്യങ്ങളൊക്കെ തമ്മിൽ ജോയിൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പുരാതന കാലത്തുണ്ടായിരുന്നു. ഇവിടെ കവികളുണ്ടായിരുന്നു. ഈ ഗാലിയ മിശ്രനൊക്കെയാണ് കോട്ട് ചെയ്ത് കുറേ കവിതയൊക്കെ കണ്ട് ചൊല്ലിക്കൊടുത്ത് ബായ് ബായ് ഷെയ്ഖാൻ്റെയൊക്കെ കുലിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇറാനോട് നമ്മൾ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 79 വിഷയം ഉണ്ടായി. 1979 അവിടുത്തെ ഭരണം മാറി. അവിടെ രാജഭരണം മാറി, മതഭരണമായി. അങ്ങനെ ആ ഇറാനെ എല്ലാവരും ഉപരോധിച്ച്, ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും. അപ്പോൾ ഇവർക്ക് ഡോളറൊന്നും വിനിമയം ചെയ്യാൻ പറ്റില്ല, ബാൻ ചെയ്തേക്കുക. അപ്പോൾ ഇന്ത്യൻ മണി യൂക്കോ ബാങ്ക് വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ എണ്ണ അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. പൈസ ഇല്ലെങ്കിൽ കടവും തരുമായിരുന്നു. ഇങ്ങനെ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ചാബഹാർ എന്ന് പറഞ്ഞൊരു തുറമുഖമുണ്ട് അവിടെ ഇറാനിൽ. ആ തുറമുഖത്തിന് വേണ്ടി $120 ദശലക്ഷം കരാറ് നരേന്ദ്രമോദി ഒപ്പിടുക. $120 ദശലക്ഷം, $250 ദശലക്ഷം കടം കൊടുക്കാമെന്നുമായിട്ട്. അങ്ങനെ 10 കൊല്ലത്തേക്ക് ആ പോർട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള കരാർ ഒപ്പിട്ടു.
ഉദ്ദേശം ഈ ട്രാൻസ്പോർട്ടേഷൻ കാരണം ഈ വേറെയുള്ള രാജ്യങ്ങളെയൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്തൊക്കെയോ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മുൻകരുതലുകൾക്കും വേണ്ടിയാണ് ആ പോർട്ട് എടുത്തത്. തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഏരിയയാണ് അത്. അപ്പോൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേപ്പട്ടിയാണ്, വൃത്തികെട്ടവനാണ്, ആ രാജ്യം തന്നെ ശരിയല്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി എഗ്രിമെൻ്റ് വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരണം. അല്ലാണ്ട് ഈ ഫെബ്രുവരി 28 ഇറാനെ ട്രംപ് അറ്റാക്ക് ചെയ്തപ്പോൾ അത് പേപ്പട്ടി ആയതാണ്. അതിനു മുമ്പ് പേപ്പട്ടി ആയിരുന്നില്ല ഇന്ത്യക്ക്. ആര്? ഖമൈനി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫെബ്രുവരി 28 രാവിലെ ആട് പേപ്പട്ടിയായ, അതിന് മുമ്പ് പേപ്പട്ടിയല്ലേ? പേപ്പട്ടി ആണെങ്കിൽ ഇങ്ങനത്തെ എഗ്രിമെൻ്റ് അവരായിട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട് നമ്മുടെ എണ്ണ കച്ചവടം. അപ്പം ട്രംപ് ഒരു ഹാലിളകി. ഇനി മേലാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് പറയും. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിപ്പോരുന്ന് പറയും. അതോടുകൂടി എണ്ണ വാങ്ങൽ നിർത്തി. തുറമുഖം റൺ ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇളവും മേടിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അറ്റാക്ക് വന്നത്. അറ്റാക്ക് വന്ന് അതിൻ്റെ ഇടയ്ക്ക് റഷ്യയിൽ എണ്ണക്ക് പോയി. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ് നിർത്തിക്കോട്ടെ പറഞ്ഞു. അമേരിക്കന്നോ അല്ലെങ്കിൽ വെനിസ്വേലന്നോ വാങ്ങിക്കോ, അല്ലെങ്കിൽ വേറെയുള്ള രാജ്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മേടിക്കാൻ പറയും. അമേരിക്ക എന്നൊക്കെ എണ്ണ ഇറക്കണമെങ്കിൽ ഭൂമിൻ്റെ അങ്ങേപ്പുറത്താണ്. ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി. അത്രയും ദൂരത്തു നിന്നൊക്കെ എണ്ണ കൊണ്ടുവരണമെങ്കിൽ നല്ല ചിലവ് എത്ര. അതൊക്കെ നമ്മളല്ലേ കൊടുക്കണേ. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇന്നിപ്പോൾ ഒരു സന്തോഷ വാർത്ത, റഷ്യനോട് എണ്ണ വാങ്ങിക്കോളാം. അതും റഷ്യ പോയി വാങ്ങണ്ട, അവരുടെ ഓയിൽ ടാങ്കറുകൾ വരും കടലിൽ നിന്ന് കച്ചവടം ചെയ്തെന്ന്. ആരാ പറഞ്ഞ? അവിടെ പോയി മേടിക്കണ്ട കേട്ടോ, നീ ഇവിടെ നിന്ന് മേടിച്ചാന്നൊക്കെ പറയില്ല നമ്മളെ മക്കളോടൊക്കെ. ഇതൊക്കെ അനുസരിച്ച് കൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നമ്മളുടെയൊക്കെ വിദേശകാര്യ നയമൊക്കെ വേറെയുള്ളവരാണ് തീരുമാനിക്കണം. നമ്മളെപ്പോൾ ഇറങ്ങണം, എപ്പോൾ വെള്ളം കുടിക്കണം, നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യണം, ഇതുവരെ തീരുമാനിക്കുന്ന ആൾക്കാർ വേറെ. ഇത് ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയി. ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.